നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. ഇന്ന് ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് ചെൽസിയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 കളി. നാളെ രണ്ടാം സെമി ഫൈനൽ മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എക്കാലത്തെയും രാജാക്കന്മാരായ ഏറ്റവും കൂടുതൽ UCL കിരീടങ്ങൾ ചൂടിയ റയൽ മാഡ്രിഡും ചാമ്പ്യൻസ് ലീഗിൻ്റെ നിലവിലെ അവകാശികളായ PSG തമ്മിലാണ് രണ്ടാം സെമി ഫൈനൽ മത്സരം. ഇപ്പോൾ ഈ സെമി ഫൈനൽ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ആരാണ് ടോപ്പ് സ്കോറർ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും അധികം ഗോളുകൾ നേടിയ രാജ്യം ഏതാണ്, അതായത് ഏത് രാജ്യക്കാരാണ് ഏറ്റവും അധികം ഗോളുകൾ നേടിയത്? നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ ഉടനെ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വല്ല മാറ്റവുമുണ്ടോ, ആരാണ് മുന്നിൽ, ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചത് ആ രാജ്യക്കാരാണ്. യെസ്, ബ്രസീലാണ് ഇക്കാര്യത്തിൽ ഒന്നാമത്. ക്ലബ് കപ്പ്, അതായത് ക്ലബ് വേൾഡ് കപ്പ് ടോപ്പ് സ്കോറേഴ്സ് ബൈ നാഷണാലിറ്റി നോക്കിയാൽ ഒന്നാമത് ബ്രസീൽ 28 ഗോളുകളാണ്. ഗോളടി മേളം നടത്തിയത് ബ്രസീലുകാരാണ് എന്നർത്ഥം. രണ്ടാമതാണ് അർജൻറ്റീന. വലിയ വ്യത്യാസമുണ്ട്, 19 ഗോളുകളാണ് അർജൻറ്റീനക്കാർ നേടിയിട്ടുള്ളത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ. മൂന്നാമത് ഫ്രഞ്ചുകാരാണ്, 15 ഗോളുകളാണ് ഫ്രഞ്ച് താരങ്ങൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നേടിയത്. 4 ഇംഗ്ലണ്ട്, 14 ഗോളുകളാണ് ഇംഗ്ലീഷുകാർ നേടിയതെങ്കിൽ അഞ്ചാമതാണ് പോർച്ചുഗീസുകാർ 12 ഗോളുകളാണ് നേടിയത്. സ്പെയിനുകാർ 11 ഗോളുകളുമായിട്ട് ആറാമത്. ജർമ്മൻകാർ 10 ഗോളുകളുമായിട്ട് ഏഴാമതാണ്. മെക്സിക്കോക്കാരാണ് എട്ടാമത്, അവരുടെ വക 6 ഗോളുകളുണ്ട്. സൗത്ത് ആഫ്രിക്ക, നോർവേ, ഉറുഗ്വായി രാജ്യക്കാർ 5 ഗോളുകൾ വീതം നേടി 9ാം സ്ഥാനത്താണ്. എന്തായാലും ഗിനിയ, തുർക്കിയെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ 4 വീതം ഗോളുകൾ നേടിയിട്ടുണ്ട്. ബെൽജിയം, സൗത്ത് കൊറിയ, ഇറ്റലി ആൻഡ് പാലസ്റ്റൈൻ രാജ്യക്കാർ 3 വീതം ഗോളുകൾ നേടിയിട്ടുണ്ട്. കൊളംബിയ, ജപ്പാൻ, ലക്സംബർഗ്, മൊറോക്കോ, സെർബിയ 2 വീതം ഗോളുകൾ നേടിയിട്ടുണ്ട്. 1 ഗോൾ നേടിയവർ 17 രാജ്യക്കാരുണ്ട്. ഏതായാലും ഒന്നാമത് ബ്രസീലാണ്. അത് വലിയ അന്തരമുണ്ടെന്നേ. ബ്രസീലുകാർ 28 ഗോളുകൾ, അർജൻറ്റീനക്കാർ 19 ഗോളുകൾ, ഫ്രഞ്ചുകാർ 15 ഗോളുകൾ. ഇനിയിപ്പോൾ 2 സെമി ഫൈനലും 1 ഫൈനലും, 3 കളികൾ. ബ്രസീലിൻ്റെ ഈ ആധിപത്യം തകർക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1ാം സ്ഥാനം കൊണ്ട് ബ്രസീൽ തന്നെ പോകും ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിയുമ്പോൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.